ഡൽഹി ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കുന്ന പാറ്റ പാർട്ടി സംഗമത്തിനായി ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ കേരളത്തിലും വ്യാപകമായ പോസ്റ്റർ പ്രചരണങ്ങൾ. രാഷ്ട്രവിരുദ്ധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ അടുത്ത ബന്ധു ആയിട്ടുള്ള ഇഷ മറിയം ഹാരിസാണ് കൂട്ടായ്മയ്ക്ക് കേരളത്തിൽ ഏകോപന ചുമതല വഹിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ജിജീഷ്, ഈ രാഷ്ട്രവിരുദ്ധ കൂട്ടായ്മയാണിതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഇതിൻ്റെ കോർഡിനേറ്റർ സൂഫിയ മദനിയുടെ അടുത്ത ബന്ധു എന്ന് നമ്മൾ ഇൻട്രോയിൽ തന്നെ പറയുന്നു. അപ്പോൾ മദനിയുടെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് കളമശ്ശേരിയിൽ ഒരു ബസ് മണ്ണെണ്ണ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ച കേസിലെ പ്രതി എന്ന നിലയിൽ കൂടി വേണം നമുക്ക് സൂഫിയ മദനിയെ ചൂണ്ടിക്കാണിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള സൂഫിയ മദനിയുടെ ബന്ധു ഇതിൻ്റെ കോർഡിനേറ്ററായി വരുമ്പോൾ ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് ട്രെയിൻ കയറാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ ജിജീഷ്. ഗൗതം, വളരെ കൃത്യമാണ്. എങ്ങനെയാണ് ഇവർ കേരളത്തിൽ നിന്ന് തന്നെ ഇത്ര വലിയൊരു പ്രചരണം നടത്തിയാൽ ആരെയെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിൽ നിന്നായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് വലിയ പ്രചാരണം നടത്തുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, അതായത് ദുരൂഹ വ്യക്തിത്വങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായി തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സൂഫിയ മദനിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഇഷ തന്നെയാണ് ഇവിടെ നേതൃത്വം നൽകുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇഷ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഒപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും എല്ലാം തന്നെയാണ് ഇതിനുള്ള ഒരു വലിയ പ്രചാരണം നടത്തിയിരിക്കുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ പരമാവധി ആളുകളെ ഡൽഹിയിലേക്ക് എത്തിക്കുക. ശനിയാഴ്ച നടക്കുന്ന സംഗമത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു പാറ്റ പാർട്ടിയുടെ സ്ഥാപകനടക്കം പങ്കെടുക്കുന്നു എന്ന് പറയുന്ന സമ്മേളനത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക, ശക്തി തെളിയിക്കുക എന്നൊരു ആഹ്വാനത്തോടു കൂടിയാണ് ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഇഷയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ദേശവിരുദ്ധ കൂട്ടായ്മയ്ക്ക് ഇവർ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണം കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര IB നടത്തുന്നു എന്നത് തന്നെയാണ്. ആരെല്ലാമാണ് പോകുന്നത്, ആ പോകുന്ന ആളുകളുടെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു നിരീക്ഷണം, ശക്തമായ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നടക്കുന്ന ശനിയാഴ്ചയാണ് അതിനുള്ള ട്രെയിൻ യാത്രകൾ നേരത്തെ തന്നെ തുടങ്ങേണ്ട സമയമായി. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ പോയതായി നിലവിൽ വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മറ്റാരെങ്കിലും പുറപ്പെടുന്നുണ്ട് എങ്കിൽ, യാത്ര തിരിക്കുന്നുണ്ട് എങ്കിൽ അതുകൂടി വ്യക്തമാകുന്ന രീതിയിൽ വലിയ തോതിലുള്ള ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു CJP എന്ന പാറ്റ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നത് ദേശവിരുദ്ധ സ്വഭാവമുള്ള ഗ്രൂപ്പുകളാണ് എന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ കാര്യമാണ്. പ്രത്യേകിച്ച് അർബൻ മാവോയിസ്റ്റുകളടക്കം ഇതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അർബൻ മാവോയിസ്റ്റുകൾ നേരത്തെ മാവോയിസ്റ്റുകൾക്കെതിരെ നടപടി ശക്തമാക്കുമ്പോൾ പോലും അർബൻ മാവോയിസ്റ്റുകൾ പലപ്പോഴും സമൂഹത്തിൽ പല പരിപാടികളിലും പൊതുപരിപാടികളിലടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു ജനകീയ മുഖച്ഛായയെല്ലാം ഉണ്ടാക്കി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പലപ്പോഴും എറണാകുളത്ത് പ്രത്യേകിച്ച് വഞ്ചി സ്ക്വയർ ഭാഗത്തെല്ലാം ഇവരുടെ കൂട്ടായ്മകൾ നേരത്തെ നടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ മാവോയിസ്റ്റ്, അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെ അത്തരത്തിലുള്ള സംഘടനകളുടെ കൂടി പിന്തുണ ഈ CJPക്കുണ്ട്. രാഷ്ട്രവിരുദ്ധ ലക്ഷ്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, രാഷ്ട്രവിരുദ്ധ കൂട്ടായ്മകൾ എവിടെയെല്ലാം രൂപപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അവർക്കൊപ്പം നീങ്ങുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ, തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൂപ്പുകൾ ഇത്തരം CJPയുടെ ഒപ്പം ചേരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വലിയ ഒരു സംഗമം എറണാകുളത്ത് സംഘടിപ്പിക്കും, ദക്ഷിണേന്ത്യയിലെ തന്നെ സംഗമമായി വിലയിരുത്തുകയും എല്ലാം തന്നെ ചെയ്ത മറൈൻ ഡ്രൈവിലെ സമ്മേളനം ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും പറഞ്ഞ സമയത്തടക്കം ആരും എത്തിയില്ല. ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദേശവിരുദ്ധ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ പലരും പിന്മാറുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം വലിയ തോതിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് കൃത്യമായി തന്നെ ഈ സംഘങ്ങളെല്ലാം തന്നെ കടന്നു ഇഷയുടെ നേതൃത്വത്തിൽ. കാരണം ഇഷയെയാണ് ആദ്യം കേരളത്തിൻ്റെ വക്താവെന്ന് പരിചയപ്പെടുത്തുന്നത്, ഇഷയെ വക്താവായി അവതരിപ്പിക്കുന്നു. പിന്നീട് പല ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇഷയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവായി മുന്നിൽ കൊണ്ടുവരികയും CJPയുടെ മുഖമായി അവതരിപ്പിക്കാനുള്ള ശ്രമവും ഇൻ്റർവ്യൂകളും എല്ലാം തന്നെ നടത്തിക്കൊണ്ട് ഒരു വീരപരിവേഷം, അത് ഇഷയ്ക്കാണെങ്കിലും ഇത്തരത്തിൽ ദുരൂഹ പശ്ചാത്തലങ്ങളുള്ള ഇഷയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ CJPയെ, പാറ്റ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ വലിയ ഒരു വീരപരിവേഷം ഉണ്ടാക്കാനുള്ള സംഘടിതമായും ആസൂത്രിതവുമായ ശ്രമങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതെല്ലാം തങ്ങൾക്ക് ഗുണകരമാകുമെന്നും കൂടുതൽ ആളുകൾ ഡൽഹിക്ക് വണ്ടി കയറുമെന്നും അവിടെ വലിയൊരു സമ്മേളനം നടക്കുമെന്നുമെല്ലാമുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആസൂത്രിതമായ പ്രചാരണങ്ങൾ കൃത്യമായി തന്നെ ഈ സംഘം CJPയുടെ നേതൃത്വത്തിൽ, ഇഷയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ